കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായ ഡോക്ടർ എം.കെ. റാം പിടിയിൽ. കർണാടകയിലെ കുടകിൽ നിന്നുമാണ് പിടിയിലായത്. ക്രൈംബ്രാഞ്ച് സംഘമാണ് റാമിനെ പിടികൂടിയത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, എന്തായാലും ഏറെ വിവാദങ്ങളുണ്ടാക്കിയ കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതിയായിട്ടുള്ള ഡോക്ടർ എം.കെ. റാമിനെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്. എപ്പോഴാണ് റാമിനെ പിടികൂടിയത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ഏപ്രിൽ 10 ആയിരുന്നു ദന്തൽ വിദ്യാർത്ഥിയായ നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത്. ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ പ്രേരണയായ കുറ്റം എം.കെ. റാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പോലീസും ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തിയിരുന്നു. കുടകിൽ നിന്നുമാണ് ഇപ്പോൾ എം.കെ. റാമിനെ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ആന്ധ്രയിലും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇയാൾ ഒളിവിൽ ആയിരുന്നു. പക്ഷേ പ്രത്യേക അന്വേഷണ സംഘം എത്തുന്ന സമയത്തൊക്കെ തന്നെ അവിടെ നിന്നും അദ്ദേഹത്തെ പിടികൂടാൻ കഴിയാത്ത തരത്തിൽ ആയിരുന്നു നീക്കങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസമാണ് ആന്ധ്രയിൽ നിന്നും കുടകിലേക്കുള്ള യാത്ര നടത്തിയത്. ഇതിനിടയിൽ കുടകിൽ നിന്നുമാണ് കേരളത്തിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘവും ഒപ്പം തന്നെ കർണാടക പോലീസിൻ്റെ സഹായത്തോടുകൂടി എം.കെ. റാമിനെ ഇപ്പോൾ പിടികൂടി കണ്ണൂരിൽ എത്തിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്ത് വരുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് എം.കെ. റാം മുൻകൂർ ജാമ്യത്തിനായി തലശ്ശേരി സെഷൻസ് കോടതിയും തുടർന്ന് ഹൈക്കോടതിയും തൊട്ടു പിന്നാലെ സുപ്രീം കോടതിയും ഒക്കെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതി ഉൾപ്പെടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു പോലീസിൻ്റെ നീക്കം വേഗത്തിലാക്കിയത്. മാത്രവുമല്ല, ഹൈക്കോടതി വലിയ തരത്തിലുള്ള ഒരു പരാമർശം തന്നെ ഉന്നയിച്ചിരുന്നു. ഈ റാമിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുട്ടുവിറയ്ക്കുമോ എന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ആന്ധ്രാപ്രദേശിലും ഒപ്പം തന്നെ കർണാടകയിലുമൊക്കെ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. ആന്ധ്രാപ്രദേശിലുള്ള ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും ഒപ്പം തന്നെ എം.കെ. റാമും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എം.കെ. റാം ഒളിവിൽ താമസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. എം.കെ. റാം ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിലെ 1-ാം പ്രതിയാണ്. 2-ാം പ്രതി സംഗീത. അവർ നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി. ഇപ്പോൾ അവർ ജാമ്യത്തിലാണ്. പക്ഷേ എം.കെ. റാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ക്ലാസ്സിലും ഒപ്പം തന്നെ അല്ലാതെയും ഒക്കെ വലിയ തരത്തിൽ കുട്ടികൾക്കെതിരെ അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ എത്തിയിരുന്ന കുട്ടികൾക്കെതിരെയൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പരാമർശങ്ങൾ, വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഒക്കെ നടത്തിയിരുന്നു. അധിക്ഷേപങ്ങൾ വലിയ തരത്തിൽ നടത്തിയിരുന്നു. ഇതൊക്കെ തന്നെ ആ കോളേജിലെല്ലാം തന്നെ ചർച്ചയായിരുന്നു. നിതിൻ രാജിൻ്റെ മരണത്തിൻ്റെ പ്രധാന കാരണക്കാരൻ എം.കെ. റാം എന്ന നിലയിൽ തന്നെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ നിതിൻ്റെ വീട്ടിൽ നിന്നുമൊക്കെ മൊഴി നൽകിയിരുന്നു. കാരണം ഇതിനു മുമ്പ് നിതിൻ നൽകിയ വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് എം.കെ. റാമിൻ്റെ ഭാഗത്തു നിന്നും കടുത്ത അധിക്ഷേപം നിതിൻ രാജിന് ഉണ്ടായി എന്നുള്ളതായിരുന്നു കിട്ടിയ വിവരങ്ങൾ. ഇതിന് തൊട്ട് പിന്നാലെയാണ് നിതിൻ രാജൻ ആത്മഹത്യ ചെയ്തത്. ഇതേ തുടർന്ന് എം.കെ. റാം ഉൾപ്പെടെയുള്ളവർ, അതായത് സംഗീതയും എം.കെ. റാമും ഉൾപ്പെടെയുള്ളവരെ കുറ്റക്കാരാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ആദ്യം അവിടുത്തെ കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തിയിരുന്നത്. പക്ഷേ അവർക്ക് എം.കെ. റാമിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ആത്മഹത്യയ്ക്ക് തൊട്ട് പിന്നാലെ എം.കെ. റാം കുറ്റക്കാരനാണെന്ന് മനസ്സിലായതോടെ തന്നെ എം.കെ. റാം പല സ്ഥലങ്ങളിലേക്ക് ആദ്യം മാറിപ്പോയിരുന്നു. ഇതിനിടയിൽ മുൻകൂർ ജാമ്യത്തിനായി തലശ്ശേരി സെഷൻസ് കോടതിയും അതിന് തൊട്ട് പിന്നാലെ ഹൈക്കോടതിയിലുമൊക്കെ എത്തിയിരുന്നു. പക്ഷേ ഇവിടെയൊക്കെ തന്നെ മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു സ്ഥിതിവിശേഷമായിരുന്നു. അവസാനം സുപ്രീം കോടതി വരെ എം.കെ. റാം എത്തിയെങ്കിൽ തന്നെയും അവിടെ എങ്ങും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് അദ്ദേഹം ഈ ആന്ധ്രാപ്രദേശിൽ ഒളിവിലായിരുന്നു. ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയപരമായ ഒരു സഹായം എം.കെ. റാമിന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലേക്ക് എം.കെ. റാം മാറി താമസിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് പോലീസ് സംഘം നിരവധി തവണ എം.കെ. റാമിനെ തേടി ആന്ധ്രാപ്രദേശിലും ഒപ്പം തന്നെ കർണാടകയിലുമൊക്കെ പോയിരുന്നു. അവിടെ നിന്നും തന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ ആന്ധ്രയിൽ നിന്ന് പിടിയിലാകും എന്ന് മനസ്സിലായതോടുകൂടി തന്നെ എം.കെ. റാം അവിടെ നിന്നും കുടകിലേക്ക് മാറുകയായിരുന്നു. കുടകിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹത്തിന് തൊട്ടു പിന്നാലെ കർണാടക പോലീസ് സംഘം തുടരുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എം.കെ. റാമിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയായ ഒരു ആത്മഹത്യയായിരുന്നു നിതിൻ രാജിൻ്റേത്. കാരണം ഒരു വീട്ടിൻ്റെ തന്നെ എല്ലാ പ്രതീക്ഷകളുമായിരുന്നു നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു നിതിൻ രാജിൻ്റെ ആത്മഹത്യ, അതായത് പഠിത്ത കാര്യങ്ങളോ മറ്റു മാനസിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി, കൃത്യമായും ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്നുണ്ടായ കടുത്ത
അധിക്ഷേപത്തെ തുടർന്ന് ആയിരുന്നു ആത്മഹത്യയിലേക്ക് പോയതെന്ന് തന്നെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇതിനു മുമ്പ് തന്നെ നിതിൻ രാജിൻ്റെ സുഹൃത്തുക്കളോടും ഒപ്പം തന്നെ ക്ലാസ്സിൽ നടന്ന സംഭവങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. ജാതീയമായ അധിക്ഷേപം, അതുപോലെ തന്നെ മറ്റു തരത്തിലൊക്കെ ഉള്ള അധിക്ഷേപങ്ങൾ, അതിനെല്ലാം ഉപരിയായി പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീഷണി, ഇങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും ഒരു അധ്യാപകൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ലാത്ത എല്ലാ പ്രവൃത്തികളും ഈ എം കെ റാമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അത്രയധികം ക്രൂരമായ പെരുമാറ്റം ക്ലാസ് മുറിയിൽ ഈ അധ്യാപകൻ നടത്തിയിരുന്നു. മാത്രവുമല്ല, ഈ വൈവ ഉൾപ്പെടെയുള്ള പരീക്ഷകൾക്ക് അന്തിമ മാർക്ക് നൽകേണ്ട ജോലി എം കെ റാമിനാണ്. എം കെ റാമിനെ പോലുള്ള ഒരു അധ്യാപകൻ പലപ്പോഴും ഇതിനു മുമ്പുള്ള പല പ്രാവശ്യവും പല ബാച്ചിൽപ്പെട്ട കുട്ടികളെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ശക്തമായി എടുത്തു പറയപ്പെടുന്നത് വിദ്യാർത്ഥികളെ പരസ്യമായി അധിക്ഷേപിക്കുന്ന കാര്യമാണ്. അതിൽ ജാതി പറഞ്ഞുള്ള അധിക്ഷേപം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഭീഷണി പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കും എന്നുള്ളതായിരുന്നു. നിതിൻ രാജിനെതിരെയും അത്തരത്തിൽ ഒരു ഉണ്ടായിരുന്നു. മാത്രവുമല്ല, നിതിൻ രാജിനെതിരെ ഈ സാമ്പത്തികമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ കൂടി എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു അധിക്ഷേപങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നത്. ഈ അധിക്ഷേപങ്ങൾ മനംനൊന്ത് തന്നെയാണ് നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതെന്നാണ് പുറത്ത് വന്ന വാർത്തകൾ. എന്തായാലും ഇപ്പോൾ എം കെ റാം പോലീസിൻ്റെ അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു. ചോദ്യം ചെയ്ത് തുടങ്ങി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. വളരെ നിർണായകമായൊരു നീക്കം ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയിരുന്നു. നേരത്തെ കേരള പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചായിരുന്നു ആന്ധ്രയിലെത്തിയത്. ആന്ധ്രയിൽ പല സ്ഥലങ്ങളിലായി തങ്ങിയിരുന്നു. അവിടെ ചില ആളുകൾ എം കെ റാമിന് വേണ്ടി അഭയസ്ഥാനങ്ങൾ ഒരുക്കിയിരുന്നു. ആ അഭയസ്ഥാനങ്ങളിലൊക്കെ തന്നെ തങ്ങുമ്പോഴും രാഷ്ട്രീയപരമായ അദ്ദേഹത്തിനുള്ള ചില സഹായങ്ങൾ ലഭിച്ചിരുന്നു. ആ സഹായങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം കെ റാമിന് ആന്ധ്രാപ്രദേശിൽ തങ്ങാൻ കഴിഞ്ഞത്. അത് കഴിഞ്ഞ പിന്നീട് ഇപ്പോൾ അവസാനം സുപ്രീം കോടതി കൂടി ജാമ്യ ഹർജി തള്ളിയതോടുകൂടി ഇനി പോലീസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനാകില്ല എന്ന് തന്നെ എം കെ റാമിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് മാറി പോകാനുള്ള ഒരു നീക്കം നടത്തിയത്. എന്തായാലും ആ നീക്കത്തിനൊടുവിൽ കുടകിൽ നിന്നും എം കെ റാമിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നു. കണ്ണൂർ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ണൂരിൽ എത്തിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു ഈ നിതിൻ രാജിൻ്റെ ആത്മഹത്യ. കാരണം വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലെ അംഗം, അതിനെല്ലാം ഉപരിയായി ആ വീടിൻ്റെ വലിയ പ്രതീക്ഷയായിരുന്നു നിതിൻ രാജ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ ബാങ്ക് നിന്നുള്ള പണം കടമെടുത്തായിരുന്നു നിതിൻ രാജിനെ ആ കുടുംബം പഠിപ്പിച്ചിരുന്നത്. അത്രയധികം നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ ഈ അധ്യാപകൻ്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ, അതും സഹിക്കാൻ കഴിയാത്ത അത്രയുമുള്ള അധിക്ഷേപങ്ങൾ നിതിൻ രാജിനെ വാങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് നീങ്ങിയത് എന്ന് തന്നെ വ്യക്തമായിരുന്നു. ഏപ്രിൽ 10 നടന്ന ആത്മഹത്യയാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സംഘം, വിദ്യാർത്ഥികൾ, അതുപോലെ ചില അധ്യാപകർ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എല്ലാവരും എം കെ റാമിന് എതിരെ തന്നെയായിരുന്നു മൊഴി നൽകിയത്. കാരണം ഇതിനു മുമ്പ് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പോലും എം കെ റാമിനെതിരെ വലിയ ആക്ഷേപങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം പ്രധാന അധ്യാപകൻ എന്ന നിലയ്ക്ക് മാർക്ക് കുറയ്ക്കും തരത്തിലുള്ള ഭീഷണിയുണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായി ഈ അധിക്ഷേപങ്ങളാണ് ഈ കുട്ടികളെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നത്. ആ അധിക്ഷേപങ്ങൾ സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് നിതിൻ രാജ് ആത്മഹത്യയിലേക്ക് പോയതെന്ന് തന്നെ പറയുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഇതിലെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണം വൈകുന്നു അല്ലെങ്കിൽ മന്ദഗതിയിലാണെന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, എം കെ റാം ഈ കോടതിയിലൂടെ തന്നെ ജാമ്യം നേടാൻ നടത്തിയ പല ശ്രമങ്ങളാണ് നടത്തിയത്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടത്തിയ ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം നിതിൻ രാജിൻ്റെ ആത്മഹത്യയ്ക്ക് അല്ലെങ്കിൽ ആ ആത്മഹത്യയ്ക്ക് കാരണക്കാരൻ, അതിന് പ്രേരണ ഒരുക്കിയത് എം കെ റാം തന്നെയാണെന്ന് തന്നെ വളരെ വ്യക്തമായിരുന്നു. അത്തരത്തിലുള്ള നിർണായകമായ തെളിവുകൾ പോലും ലഭിച്ചിരുന്നു. ചെറിയൊരു സാമ്പത്തിക പ്രശ്നം അല്ലായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ചെയ്യാൻ കഴിയാത്തതിനപ്പുറത്തേക്കുള്ള അധിക്ഷേപങ്ങൾ, അല്ലെങ്കിൽ പറയാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള അധിക്ഷേപങ്ങൾ പലപ്പോഴായി നിതിൻ രാജിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ആ കാരണങ്ങളൊക്കെ തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിനും പോലീസിനുമൊക്കെ മനസ്സിലായിരുന്നു. അത് പിന്നീട് FIR-ലൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേരള പോലീസ് അന്വേഷിച്ചിരുന്ന കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് തന്നെ കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ച് പല ആവർത്തി ആന്ധ്രയിലും കർണാടകയിലുമൊക്കെ ഈ എം കെ റാം പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തേടി പോയിരുന്നു. അത് ഏതൊക്കെ സ്ഥലങ്ങളാണോ അവിടെയെല്ലാം എത്തി അന്വേഷണം നടത്തിയിരുന്നു. കണ്ടെത്താൻ തീവ്രമായി ശ്രമം നടത്തിയിരുന്നു. പോലീസ് സംഘം എത്തുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ എം കെ റാം രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാഴ്ചയും ഒക്കെ കണ്ടതായിരുന്നു. പക്ഷേ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം എം കെ റാമിൻ്റെ അറസ്റ്റ് വൈകിയത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പ്രത്യേകിച്ചും ഹൈക്കോടതി ഉൾപ്പെടെയുള്ള കോടതികളിൽ നിന്നും
വലിയ ആരോപണങ്ങളും ഒപ്പം തന്നെ ഈ വീഴ്ചയാണ് എന്ന തരത്തിൽ പറയുകയും ചെയ്തിരുന്നു കോടതി തന്നെ. അതിന് ഉദാഹരണം തന്നെയായിരുന്നു ഹൈക്കോടതിക്ക് മുന്നിലേക്ക് ഈ കേസ് വീണ്ടും എത്തിയപ്പോഴേക്കും എന്തുകൊണ്ട് MK റാമിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം കോടതി തന്നെ ഉന്നയിക്കുന്നു. പോലീസിന് പേടിയാണോ തരത്തിലായിരുന്നു ചോദ്യം. നിലവിൽ ഇപ്പോൾ MK റാം അറസ്റ്റിലായിരിക്കുന്നു. ഒരു പക്ഷേ ഇനി ചോദ്യം ചെയ്യലായിരിക്കാം. ചോദ്യം ചെയ്യലിന് ഒപ്പം തന്നെ ഈ നേരത്തെ സംഗീത എന്ന് പറഞ്ഞ ഈ കേസിലെ രണ്ടാം പ്രതിയായ അധ്യാപിക പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി അവർ ജാമ്യം നേടിയിട്ടുണ്ട്. പക്ഷേ അവർക്കെതിരെ ഇത്രയും കടുത്ത പരാതികളില്ലായിരുന്നു. കൂട്ടുനിന്നു അല്ലെങ്കിൽ ഈ അധിക്ഷേപങ്ങൾക്ക് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് സംഗീതയുടെ പേരിൽ മറ്റ് പരാതികളൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ നിലവിൽ ഏറ്റവും കൂടുതൽ പരാതികൾ നിലനിൽക്കുന്നത് ഇപ്പോൾ ഈ MK റാമിനെതിരെയാണ്. എന്തായാലും MK റാമിനെ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ശരി, വ്യക്തമാണ്. എന്തായാലും ഏറെ നാളത്തെ പരിശ്രമത്തിന് ശേഷം പ്രതിയായ ഡോക്ടർ MK റാമിനെ പിടികൂടിയിരിക്കുകയാണ്. കർണാടകയിലെ കുടകിൽ നിന്നുമാണ് ഇയാളെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘമാണ് MK റാമിനെ പിടികൂടിയിട്ടുള്ളത്. എല്ലാ തെളിവുകളും റാമിനെതിരെയാണ്. വിദ്യാർത്ഥികളുടെ മൊഴികളുമൊക്കെ ഒപ്പം തന്നെ സാഹചര്യ തെളിവുകളുമൊക്കെ റാമിനെതിരെ നിൽക്കുന്നൊരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴെന്തായാലും ചോദ്യം ചെയ്യലൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും MK റാമിനെ പിടികൂടിയിരിക്കുന്നു. ഏറ്റവും വിവാദമായ കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിലാണ് പ്രതി ഡോക്ടർ MK റാമിനെ പിടികൂടിയിട്ടുള്ളത്. കർണാടകയിലെ കുടകിൽ നിന്നുമാണ് പിടിയിലായിട്ടുള്ളത്. വിശദാംശങ്ങൾ നൽകിയത് D ബിനോയാണ്. എണ്ണൂറിലധികം ജീവനക്കാരെ പിരിച്ചുവിട്ട കോറോ ഹെൽത്ത് കമ്പനി അധികൃതരും തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുമായുള്ള ചർച്ച